ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളമൊന്നും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവെല്ലാം ചെയ്തു തുടങ്ങി. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണ ആരാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. കൃഷ്ണകുമാർ, സിനിമാ നടനായ കൃഷ്ണകുമാറിൻ്റെ മകളാണ് ദിയ കൃഷ്ണ. അദ്ദേഹത്തിന് 4 പെൺമക്കളുണ്ട്. അതിലെ മൂത്തവളാണ് ദിയായെ. ദിയായ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ കാണാറുള്ളതാണ്. അപ്പം ദിയയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ദിയ പ്രഗ്നൻ്റ് ആയതിനെ തുടർന്ന് ദിയ മാലിദ്വീപിലൊക്കെ പോയ ശേഷം ഉണ്ടായ ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, സാധാ മലയാളികൾ. അപ്പം നമ്മൾ ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നും അല്ല ജീവിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഈ വേഷം എന്ന് പറയുന്നത്. മാന്യമായിട്ടുള്ള വേഷങ്ങൾ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ സാധാരണക്കാർക്കും ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, മറച്ചു വയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കുക തന്നെ ചെയ്യണം. അത് പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇവർ പ്രത്യേകിച്ചും അത്രയും വൈറലായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും മോശമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ വന്നിരിക്കുന്നത്. ഇവരുടെ ഫോട്ടോയ്ക്ക് അടിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റുകൾ വായിച്ചാൽ വയറ് കാണിച്ചും കാശുണ്ടാക്കുന്നു, ഇത്രയും അധപ്പതിച്ചു പോകാമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ ഈ കമൻറ്റിൻ്റെ ഭാഗം അത് ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അത്രയും മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ വേഷങ്ങളല്ല. നമ്മൾ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു 100 പേര് നിൽക്കുമ്പോൾ അതിൽ ഒരാൾ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു വേഷം ധരിച്ചു പോകുമ്പോൾ അതിലൊരു 99 പേരും അത് അംഗീകരിക്കാവുന്ന രീതിയിലല്ല, ഇതെന്താണിത് എന്നുള്ള രീതിയിൽ തന്നെയുള്ള കമൻറ്റുകൾ വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ സാധാരണക്കാരെ അങ്ങനെ പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് അതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മലയാളികളാണ്, നമുക്ക് അത് നമുക്കധികം അംഗീകരിക്കാവുന്ന വിഷയമല്ല. അപ്പോൾ ദിയയുടെ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അങ്ങനെയുള്ള കമൻറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ പ്രഗ്നൻ്റാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആകും. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, അതത്ര കൊട്ടിഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇവരത്ര വലിയ വൈറലായിട്ടുള്ള ആളുകളാകുമ്പോൾ അതെല്ലാം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഇതിപ്പം ഭർത്താവ് മാത്രം കാണേണ്ട ഇത് ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവനും കാണിക്കുന്ന രീതിയിലായിപ്പോയി ഫോട്ടോയെ. കാരണം പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇവർക്ക് അവരതെടുക്കുന്നു. ബീച്ചിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടും, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ചിലപ്പം ഭാര്യ അങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ ഭർത്താവ് ചിലപ്പം ഫോട്ടോ എടുത്തെന്നിരിക്കാം. പക്ഷേ അത് ആ ഭർത്താവിൻ്റെ ക്യാമറയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമായിരുന്നു ആ ഫോട്ടോയെ. ഇത് ലോകം മുഴുവൻ മനുഷ്യരെയും കാണിക്കേണ്ട ഒരു പ്രദർശന വസ്തുവാക്കി ഭാര്യയെ മാറ്റിയിരിക്കുകയാണ് ഈ ദിയയുടെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം കൃഷ്ണകുമാറിനോട് പഴയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മക്കളോട് ഞാൻ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ മറ്റുള്ള ലോകത്തിലുള്ള ആളുകളെ മുഴുവനും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും അങ്ങനെ അംഗീകരിക്കുന്ന അല്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം സൈഡ് നിൽക്കുന്ന ഒരു ഭർത്താവും. അതൊരു സാധാ കുടുംബത്തിലുള്ള ഒരു പയ്യനാണത്. ഭാര്യയുടെ പണത്തിൻ്റെയും പത്രാസിൻ്റെയും ഫാമിലിയുടെയും റോയൽ ഫാമിലിയാണല്ലോ. അന്നേരം ആ ഒരു ഇതിൽ മുങ്ങിയ ആ പയ്യന് ഇതെല്ലാം കണ്ടങ്ങ് എല്ലാത്തിനും അങ്ങ് ഏസ് മൂളി ഇതിനെല്ലാം ഒപ്പം അങ്ങ് താളം തുള്ളി നിൽക്കുന്ന ഒരു മട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് അത്ര നമുക്ക് കാണുമ്പോൾ നെറ്റി ചുളുക്കുന്നത് ഒരു വേഷം തന്നെയാണ്. കാരണം അടിവസ്ത്രങ്ങൾ നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ അടിയിലിടേണ്ടതാണ്. ഇത് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഈ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്രയൊന്നും ഇഷ്ടപ്പെടുകയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കത് കാണുമ്പോൾ ഇഷ്ടം തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ചില ഞരമ്പന്മാർക്കിത് കാണുമ്പം അത് ആസ്വദിക്കും, അല്ലാതെ
അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. അവരവരുടെ ഭാര്യമാരെയോ അമ്മയോ പെങ്ങന്മാരോ ഒക്കെ ഈ വേഷത്തിൽ പിന്നെ നിൽക്കുന്നതെന്ന് കാണുന്നതെങ്കിൽ അവരതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. പിന്നെ മറ്റുള്ളവരുടെ ഇത് കാണുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കും. അല്ലാതെ അവനവൻ്റെ കുടുംബത്തിലൊരാൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. ആണുങ്ങളാണെങ്കിൽ അടി കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റായിപ്പോയി. ഇപ്പം ഗർഭിണിയാണെന്ന് അതൊക്കെ ശരി തന്നെയാണ്. അവരുടെ സന്തോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മളതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനൊരു മോശമായ ഒരു ഡ്രസ്സിൽ വന്നിട്ട് പിന്നെ ഒരു പ്രദർശന വസ്തുവാക്കി ഭർത്താവ് ഭാര്യേനെ ഇങ്ങനെ വീഡിയോയിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നതിനെല്ലാം താളം തുള്ളി പാവയെ പോലെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പം ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ പഴയ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് മക്കളെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീട്ടിലിവൻ ഒന്നുമേ ചെയ്യാറില്ല. ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം, അത് ശരീരം കവർ ചെയ്യാൻ പറയുന്നത് കേട്ടില്ലേ? വസ്ത്രം മാന്യമായിട്ട് ധരിക്കണം. ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് പിന്നെ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മകള് ഇത്രയും പ്രായമുള്ളത് മകള് കൊച്ചു കുഞ്ഞൊന്നുമല്ല. കൊച്ചു കുഞ്ഞാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം, 5-10 വയസ്സൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ. ഇത് ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇത്രയും വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളും ലോകപരിചയവും എല്ലാം ഉള്ള പെൺകുട്ടിയെ ഇങ്ങനൊരു വേഷം ധരിച്ച് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് മാതാപിതാക്കൾ. വിവാഹം കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാലും മക്കളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഇടപെടേണ്ട കാര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. അദ്ദേഹം പറഞ്ഞപ്പോൾ മക്കൾ അംഗീകരിക്കുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അതുപോലെ ദിയ പറയുന്നുണ്ട്, ഭർത്താവ് വീട്ടിലൊരു കാര്യങ്ങളും ചെയ്യുകയില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഭാര്യയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരു ഭർത്താവിൻ്റെ പരിഗണന കിട്ടുന്നതും, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുകയില്ലാത്ത ബുദ്ധിമുട്ടുള്ള ഓരോ ജോലികളുണ്ടാകും, അപ്പോഴൊക്കെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു പിന്നെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഡ്രസ്സ് ഇട്ടു നടന്നോളൂ. പക്ഷേ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കേണ്ട കാര്യം ഒട്ടും തന്നെ ഇല്ല. അതൊരു ഉളുപ്പില്ലാത്ത ഒരു രീതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം പല വീഡിയോയും കണ്ടു എല്ലാവരും ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും ഇതിനെക്കുറിച്ച് ആർക്കും അംഗീകരിക്കാവുന്ന ഒരു രീതിയല്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു ഇത് തന്നെയാണ് തോന്നിയേക്കുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മലയാളികളാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഒരുപാട് നല്ല മോഡേൺ ഡ്രസ്സുകളുണ്ട്, ജീൻസും ഷർട്ടും ടോപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തെ കവർ ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മൾ അമേരിക്കയിലൊന്നും ലണ്ടനിലും ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിൽ നാട്ടിൻപുറത്ത് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്. അതാണ് പിന്നെ അതിനെക്കുറിച്ചാണ് എനിക്കും ഈ പ്രതികരിക്കാൻ തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക.